കൊച്ചിയിലുള്ളവരോട് ഇപ്പോൾ ഫേവറേറ്റ് ലൊക്കേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമായിരിക്കും നൽകുക. ഒലിപ്പുറം. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന അതേ സ്ഥലത്താണ് നമ്മളുള്ളത്. ഒരു വശത്ത് മനോഹരമായി ആമ്പലുകൾ വിരിഞ്ഞു നിൽക്കുന്നു, മറുവശത്ത് നെൽപ്പാടങ്ങളും. അത്രമേൽ ദൃശ്യഭംഗിയുള്ള സ്ഥലത്തേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ്. മറ്റു ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ ഇവിടെ എത്തുന്നുമുണ്ട്. ഇവിടുത്തെ ദൃശ്യഭംഗി ആസ്വദിക്കാൻ എത്തുന്നവരെക്കാളും ഫോട്ടോഷൂട്ടിനായി എത്തുന്നവരാണ് അധികവും. കൊച്ചിയിൽ ഇത്രയും നല്ലൊരു ലൊക്കേഷൻ ഉള്ളപ്പോൾ നാട്ടിലെന്തിനാണ് വേറെ ലൊക്കേഷൻ അന്വേഷിച്ച് നടക്കുന്നതെന്നാണ് എല്ലാവരുടെയും ചോദ്യം. ആമ്പലുകൾ വിരിയണ മാത്രമല്ല, എപ്പോൾ ഏത് സമയത്ത് വന്നാലും ഇവിടെ ഭംഗിയാണ്. ആമ്പലുകളേക്കാൾ ഉപരിയായിട്ട് ഭയങ്കര നല്ല ഒരു പ്രകൃതി ഭംഗി, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. ട്രെയിനൊക്കെ ഫുള്ള് ലെങ്തിൽ ഇങ്ങനെ പോകുന്നത് നമുക്കിന്ന് കാണാൻ പറ്റും. പാടത്തിൻ്റെ വ്യൂവിൽ ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം എറണാകുളം ജില്ലയിൽ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഞങ്ങൾ ഈ നാട്ടുകാരായ ഞങ്ങൾക്ക് പറയാനുള്ളത്, വരുന്ന ആളുകൾക്ക് നഷ്ടമില്ല. ഒലിപ്പുറം വന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിന് സന്തോഷമുള്ള കാഴ്ചകൾ കണ്ടു പോകാം എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഞങ്ങളെപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ വരുവും, എപ്പോഴും വൈകുന്നേരങ്ങളിലാണെങ്കിലും ഞങ്ങൾ കുറച്ച് പേര് നടക്കാൻ വരുവും ഒക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണെങ്കിലും വന്ന് ഇവിടെ ഇരിക്കാറുണ്ട്. ആമ്പലൊക്കെ ഇങ്ങനെ പൂക്കുന്നൊക്കെ എപ്പോഴും വന്ന് കാണാറുണ്ട്. ഒത്തിരി പേര് ഫോട്ടോ എടുക്കാൻ വരുന്നുണ്ട്, ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വരാറുണ്ട്. ഞങ്ങൾ റീൽസൊക്കെ കണ്ട് അങ്ങനെ വന്നതാണ്. ഞാൻ എന്തായാലും ഫ്രണ്ട്സിനോട് പറയും ഈ സ്ഥലം അടിപൊളിയാണെന്ന്. ഞാൻ എന്തായാലും രാവിലെ ഒരു 6 മണി ടൈമൊക്കെ വരുമ്പോഴേക്കും നല്ലപോലെ വിരിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും കാണാത്തൊരു ഭംഗി. കുറേ കഴിയുമ്പോഴേക്കും എല്ലാം വാടിപ്പോകും. ഇപ്പോൾ കൂടുതൽ ഇൻസ്റ്റഗ്രാമിലും റീൽസും എല്ലാം കണ്ട് ഇപ്പോൾ ഇഷ്ടമാതിരി ആൾക്കാർ വരുന്നുണ്ട്. ഇതിപ്പോൾ ഈ ടൈമിൽ എന്ന് വെച്ചാൽ നിറയെ പൂത്ത് നല്ല അട്രാക്റ്റീവ് ആണല്ലോ. ഫ്രെയിമിലാണ് നല്ല രസം. കാഴ്ചകളൊക്കെ ആവോളം ആസ്വദിക്കാം. പക്ഷേ ഇവിടേക്ക് എത്തുന്ന സഞ്ചാരികൾ ദയവായി ഒരു കാര്യം ശ്രദ്ധിക്കുക: പ്ലാസ്റ്റിക്കോ മറ്റ് മാലിന്യങ്ങളോ വലിച്ചെറിയാതെ ഇവിടെ വൃത്തിയായി തന്നെ സൂക്ഷിക്കുക. പിന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷമല്ലേ, നിരവധി ആൾക്കാർ ഇപ്പോൾ വരുന്നുണ്ട്. ഈ വർഷം എന്തോരം ആൾക്കാരെ വന്നതെന്ന് ചോദിച്ചാൽ കണ്ണൂരിൽ നിന്നൊക്കെ ഇവിടെ ആൾക്കാർ വന്നു, ആലപ്പുഴ എന്ന് വേണ്ട ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, എത്ര കണ്ടാലും ആസ്വദിച്ചാലും മതി വരില്ല. ഒലിപ്പുറത്തെ ഈ ദൃശ്യഭംഗി പോലെ. ക്യാമറമാൻ ശരത്തൻ പാട്ടുകാവലിനൊപ്പം സ്നേഹമ്മ ലൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.